വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ കൂടെ ഞാൻ ശർക്കര കൂട്ടി കഴിക്കാനായിരിക്കും. പംകിന് വേണ്ടിയിട്ടുള്ള പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പംകിൻ ചെറുതായിട്ട് അരിയുക, കുക്കറിലിട്ട് വേവിക്കണം. പിയണിക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിയണിക്ക ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പയറുണ്ട്, മഞ്ഞളുണ്ട്, ഉപ്പുണ്ട്, കുറച്ച് കുരുമുളക് ഇട്ട് വേവിച്ച പയറും പിയണിക്കയും പേസ്റ്റ് പോലെ ആക്കാം. പംകിൻ വേവിക്കാനായിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. തേങ്ങ, ചെറിയ ഉള്ളി, മഞ്ഞൾ, ജീരകം, ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിയണിക്കയ്ക്ക് നല്ലോണം അരയണം, നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. പിയണിക്കയിൽ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പിട്ടിട്ടില്ല. എരിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. പിയണിക്ക എരിശ്ശേരി റെഡിയായിരിക്കുന്നു. ഞാൻ കടുവെല്ലാം വറുത്തു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പിയണിക്ക എരിശ്ശേരി. ചക്കക്കുരു ഫ്രൈ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ചക്കക്കുരു ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നു. ചക്കക്കുരു വേവിച്ചു, തൊലിയെല്ലാം കളഞ്ഞു. ചക്കക്കുരുടെ തൊലിയാണിത്. കളഞ്ഞു. അങ്ങനെ ചെറിയ നീളത്തിൽ കണ്ടിച്ചിട്ട് പിന്നെ അതിനെ ഫ്രൈ ചെയ്യാം. ചക്കക്കുരു ഫ്രൈ ചെയ്യാൻ പോകുന്നു. ചക്കക്കുരു നീളത്തിലരിയുക, ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, കറിവേപ്പില ഇടുക, വറ്റൽമുളക് ഇടുക. എന്നിട്ട് കുറച്ച് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചക്കക്കുരു ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ചക്കക്കുരു ഫ്രൈ റെഡിയായിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്, ടേസ്റ്റിയുമാണ്. ഇത് കേട് ചില്ലിയാണ്. എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരാം. കേട് ചില്ലി ഞാൻ വറുത്ത് കോരിയെടുക്കാം. സ്റ്റൗ വെച്ചിട്ടുണ്ട്. തേങ്ങ, വറ്റൽമുളക്, കുരുമുളക്, ഉലുവ ഇതെല്ലാം ചേർത്ത് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ നോക്കണം. ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ. കളർ മാറി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾ, കുറച്ച് കൊറിയാൻഡർ പൗഡറും കൂടി ഇട്ട് കൊടുക്കും. ചെറിയ ഒരു ബ്രൗൺ കളർ മാറി വരുന്നുണ്ട്. തേങ്ങയൊക്കെ നോക്ക് ബ്രൗൺ കളർ മാറി വരുന്നുണ്ട്. കുറച്ച് മഞ്ഞളും കുറച്ച് കൊറിയാൻഡർ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കും. കരിയാൻ പാടില്ല. തീ ഒന്ന് ഓഫ് ചെയ്തു. ഒന്ന് തണുക്കട്ടെ. തണുത്തിട്ട് മിക്സി ജാറിലിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. വറുത്ത് വെച്ച തീയൽ മിക്സി ജാറിലാക്കി അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഉള്ളിയും ടൊമാറ്റോയും ചെറുതായിട്ട് അരിയണം. ഉള്ളിയും ടൊമാറ്റോയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കരിവേപ്പില ഇട്ട് കൊടുത്തു, ഉള്ളി ഇട്ട് കൊടുത്തു, ടൊമാറ്റോ ഇട്ട് കൊടുത്തു. ഉള്ളി കുറച്ച് വരണ്ട് വന്നിട്ടുണ്ട്. അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ ഞാൻ നോക്കി. ഉപ്പില്ല, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോകുന്നു. സ്റ്റൗ ഓഫ് ചെയ്തു. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വൻപയറാണ്. വൻപയർ തോരൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. ഇത് കുറച്ച് നേരം വെള്ളത്തിലിടുക. വൻപയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വൻപയർ ഒരു പാനിലിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇടാൻ പോകുന്നത് മഞ്ഞളും ജീരകവും. മഞ്ഞളും ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കുറച്ച് ഒന്ന് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ചില്ലി പൗഡർ ഒന്ന് എല്ലാം കൂടെ മിക്സ്. കടുക് വറുത്തു. വൻപയർ കടുക് വറുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മിക്സ് ചെയ്യും.
ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ പിക്കിളാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതുപോലെ എല്ലാ മാങ്ങയും ഇതുപോലെ അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിയണം. കുറച്ച് വലിപ്പം കൂടുതലാണ് കേട്ടാ അരിഞ്ഞെടുത്തത്. അത് കുറച്ചൊന്ന് പഴുത്തു പോയി, മാങ്ങ പഴുത്തു പോയി, അതുകൊണ്ടാണ്. മാങ്ങയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പാനിൽ നല്ലെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉലുവ ഇട്ടു, പച്ചമുളക്, കറിവേപ്പില ഇട്ടു. പൊട്ടുന്നുണ്ട്, കടുക് പൊട്ടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കരിയാൻ പാടില്ല. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ മാങ്ങ കുറച്ചൊന്ന് സ്റ്റർ ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട. നല്ലെണ്ണയിലാണ് മാങ്ങ പിക്കിൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഓണം വരെ ഇല്ലേ, നേരത്തെയൊക്കെ തയ്യാറാക്കി വയ്ക്കാം എല്ലാ കാര്യങ്ങളും. മാങ്ങ പിക്കിൾ ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി. ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന സ്നാക്ക് ഐറ്റംസ് ആണ് ഇതെല്ലാം.